സാറേ, സാറിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്ത് അസുഖം പറഞ്ഞുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ എന്ത് സിംറ്റം പറഞ്ഞുകൊണ്ടായിരിക്കും സാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവുക? നമുക്ക് സാധാരണഗതിക്ക് ഇപ്പം ഈ സിംറ്റംസ് പെയിനായിട്ട് വരുമ്പോൾ ഒരു കുറച്ച് ശതമാനം കേസിനകത്ത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഹാർട്ടിൻ്റെ പ്രോബ്ലം അല്ല എന്നുള്ളത്. കുറച്ച് ശതമാനം കേസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഹാർട്ടിൻ്റെ പ്രോബ്ലം ആകാൻ ചാൻസ് ഉണ്ട്. വളരെ ടിപ്പിക്കൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പേഷ്യൻ്റ് പറയും, ഞാൻ ചിലപ്പോൾ ഒരു 1/2 കിലോമീറ്റർ നടക്കുമ്പോഴേക്കും എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുന്നു, അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല, കിതയ്ക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു കുളിക്കുന്ന സമയത്ത് എനിക്ക് നെഞ്ചിന് ഭാരം പോലെ തോന്നുന്നു, സ്റ്റെപ്പ് കയറുമ്പോൾ കിതപ്പും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഹാർട്ടിൻ്റെ പ്രശ്നമാണ്. പ്രത്യേകിച്ച് അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഡയബറ്റീസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്, BP ഒക്കെ ഉണ്ടായിരുന്നു, പ്രായം ഇതെല്ലാം വെച്ചാൽ അവർ ടിപ്പിക്കൽ സിംറ്റം ആണെങ്കിൽ നമുക്ക് സംശയം തോന്നില്ല. ചില പേഷ്യൻ്റ് പറയും എനിക്ക് ഒരു പെയിൻ ഉണ്ട്, പക്ഷേ ഞാൻ അങ്ങോട്ട് തിരിയുമ്പോൾ വേദന ഉണ്ടാകുന്നു, ചുമയ്ക്കുമ്പോൾ വേദനയുണ്ട്. കേൾക്കുമ്പോൾ നമുക്കറിയാം ഹാർട്ടിൻ്റെ പ്രശ്നമല്ലാന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് ചില സിംറ്റംസ് കേട്ട് കഴിയുമ്പോൾ നമുക്ക് സംശയം വരും. ഇത് 50% ഹാർട്ടിൻ്റെ ആകാം, അല്ല 50% ഹാർട്ടിൻ്റെ അല്ലാതുള്ളതാകാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വരുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് വേണ്ടി വരുന്നത്. അല്ലാതെയുള്ളൊരു പെയിനൊക്കെയാണ് ചിലപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് സമാനത്തിലുള്ള ഒരു ECG എടുത്ത് നോക്കി. കാരണം അവർക്ക് സംശയം, നമ്മൾ വെറുതെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ വെറുതെ വാക്കാൽ പറഞ്ഞാൽ അവർക്ക് ആർക്കും വിശ്വാസം കുറവാണ്. അപ്പോൾ ഒരു ECG നമ്മൾ എടുക്കേണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു, സാറേ ഒരു ECG എടുത്ത് നോക്കിയേക്കാം എന്ന് അവരിങ്ങോട്ട് പറയും. അപ്പോൾ അവരുടെ ഒരു സമാധാനത്തിന് ഒരു പാർഷ്യൽ ഡയഗ്നോസിന് വേണ്ടും പിന്നെ നമ്മളൊരു അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമ്മളൊരു ECG പണി എടുത്ത് നോക്കി കുഴപ്പമൊന്നുമില്ല പറഞ്ഞാൽ മതി. ഇത് ഒരു കോസ്റ്റോകോൺട്രൈസ് എന്ന് പറഞ്ഞ പ്രശ്നമാണ്, മസിലിനുള്ളിൽ ജോയിൻറ്റ് നീർക്കോളുണ്ടാകുന്നതാണ്. കുഴപ്പമില്ല, 2 ദിവസം പാരസെറ്റമോൾ അങ്ങനെ എന്തെങ്കിലും പെയിൻ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞാൽ അത് മാറിക്കോളും. ഇനി അഥവാ മാറുന്നില്ല, അല്ലെങ്കിൽ ഇത് നീണ്ടു നിൽക്കാണെങ്കിൽ വീട്ടിൽ പോയിട്ട് നല്ലപോലെ നടക്കുകയൊക്കെ ചെയ്യും. സാധാരണ എനിക്ക് ഹാർട്ടിൻ്റെ ബന്ധപ്പെട്ട പെയിനൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സർസൈസ് റിലേറ്റഡ് ആയിട്ട് അത് കൂടും. ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ കുറേ ദിവസം നടന്നു നോക്കുമ്പോൾ നമുക്ക് പെയിൻ കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൂടുതൽ ഇവാലുവേഷൻ വേണം. അല്ലെങ്കിൽ നമ്മളൊരു അനാൽജസിക്സ് കൊടുത്ത് നോക്കിയിട്ട് പെയിൻ കുറയുന്നില്ല, അങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിൽ രണ്ടാമത് നമുക്ക് വേണമെങ്കിൽ ഇവാലുവേഷൻ പിന്നെ ചെയ്ത് നോക്കിയാൽ മതി.